ഹരിതാഭമാർന്ന പച്ചപ്പുതപ്പണിഞ്ഞ ഞാനൊരുവായ ഗർഭപാത്രമാണെന്റെ ഭൂമി. ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനം. ഓരോ വിത്തുമൊരു നന്മയാണ്. നമ്മൾ പഴയ രീതിയിലേക്ക് മനുഷ്യനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരും ഓരോ മരങ്ങൾ നടുക, പ്ലാസ്റ്റിക് എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക. അതാണ് നമ്മൾ ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സന്ദേശം. നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതി ആകെ വളരെ മലീമസപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. നമ്മുടെ യുവതലമുറ ഇവിടെ എങ്ങനെ ജീവിച്ചു വരും എന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ചുപിടുത്തുക, നമ്മുടെ പക്ഷി വൃക്ഷങ്ങളെ സംരക്ഷിക്കുക, അതൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യേണ്ടതുള്ളത്. യുവതലമുറയ്ക്ക് ശുദ്ധവായു നൽകുന്നതിനും അവരുടെ ജീവിതം വളരെ സമ്പുഷ്ടമാക്കി തീർക്കുന്നതിനും ആരോഗ്യപൂർണ്ണമാക്കി തീർക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ട കടമയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ വൃക്ഷത്തൈകൾ വിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് ഒരു മരം നട്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് കാലത്തിനേക്കാളും കൂടുതൽ അത് ഈ ഭൂമിയിൽ നിൽക്കുമെന്നുള്ളതും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണമായിട്ടും കൂടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഈ മരങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നതിനും പ്രകൃതി സംരക്ഷിച്ച് മഴ നമുക്ക് ലഭിക്കുന്നതിനും എല്ലാം മരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ദിനത്തിൽ ഓരോ മരങ്ങൾ നട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലാസ്റ്റിക് നിരോധനവും നമ്മൾ അതിൻ്റെ കൂടെ നടത്തണം. പ്ലാസ്റ്റിക് നിരോധിച്ച് നമ്മുടെ പ്രകൃതിയെ രക്ഷിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ശുദ്ധവായു കൊടുത്ത് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മളൊരു കൂട്ടായ പ്രയത്നത്തിലൂടെ ഒരു പ്രതിജ്ഞയായി തന്നെ ഇത് ഏറ്റെടുത്ത് എല്ലാവരും ഈ യജ്ഞത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച് നമ്മുടെ യുവതലമുറയ്ക്ക് ആശ്വാസകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ഈ വേളയിൽ തൃക്കാക്കര നഗരസഭയുടെ പ്രദേശങ്ങളിലെല്ലാം ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. കാരണം മരം ഒരു വരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മരമുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധവായു, നല്ല ഓക്സിജൻ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇതാണ് അതിനകത്തുള്ളത്. അതുപോലെ പരിസ്ഥിതി മലിനീകരണം, ഇന്ന് പ്ലാസ്റ്റിക് കത്തിക്കരുത്, അതുപോലെ തന്നെ മറ്റ് ഇതും എല്ലാം ഇട്ട് കത്തിക്കാതെ പ്രകൃതിയെ സംരക്ഷിക്കാം. മരം കൊണ്ട്, മരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ശുദ്ധവായു ശ്വസിച്ച് നമ്മൾക്കെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ എടുക്കാം. എൻ്റെ നാടിനോടും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവൻ്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ കുഴിച്ചുമൂടുകയോ ഇല്ലെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്ന ഖരമാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയാതെ ജൈവം, അജൈവം എന്നിങ്ങനെ തരംതിരിച്ച് ശേഖരിക്കുകയും ജൈവമാലിന്യം എൻ്റെ വീട്ടിലോ എൻ്റെ സ്കൂളിലോ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ പുനഃചംക്രമണത്തിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പരിസര ദിന സന്ദേശം നമുക്കൊന്നായി ഏറ്റെടുക്കാം. ഈ ഭൂമിയുടെ ഹരിതശോഭയ്ക്ക് കോട്ടം വരുത്തുന്ന വിധം പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതുമായ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഞാൻ കുറയ്ക്കുമെന്നും പ്രകൃതിക്കിണങ്ങുന്ന വസ്തുക്കളുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.